സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്സ് ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സ് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നത് മൈഗ്രെയിനിനെ എഫക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ പല ആളുകളും വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസ് ഇതിനൊക്കെ ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ ഒരു റിലീഫ് കിട്ടാനായിട്ട് കുറച്ചു നേരം ഈ ഫോൺ ഉപയോഗിക്കുന്നു എന്നും പറയാറുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ മൈഗ്രെയിൻ മാറും. എന്നാൽ അങ്ങനെയല്ല. മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്നതല്ല, നിങ്ങളത് ഉപയോഗിക്കുന്ന രീതിയാണ് പലപ്പോഴും മൈഗ്രെയിനിലേക്ക് എത്തിക്കുക. ഇപ്പോ കിടന്നുകൊണ്ട് കുനിഞ്ഞിരുന്ന് കഴുത്തൊക്കെ ബെൻഡ് ചെയ്ത് മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളെ കാണാറുണ്ട്. ഇതിന് പകരം സ്ട്രെയിറ്റ് ആയി നിവർന്നിരുന്ന് കഴുത്തിനൊക്കെ സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെയുള്ള ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ കഴുത്തിനും സ്കാൽപ്പ് മസിൽസിനും വരുന്ന സ്ട്രെയിൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുപോലെ മൊബൈൽ ഫോണും ലാപ്ടോപ്പ് സ്ക്രീനും ഒക്കെ നിങ്ങളുടെ ഐ ലെവലിൽ പ്ലേസ് ചെയ്യുക. പരമാവധി സ്ക്രീൻ ടൈം കൺട്രോൾ ചെയ്യുക. ഇനി അതല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കൂടുമ്പോൾ 20 സെക്കൻഡ് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് പുറത്ത് എവിടേക്കെങ്കിലും നോക്കിയിരിക്കുക. ഇത് കണ്ണിന്റെ മസിൽസിന് വരുന്ന സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. ബ്ലൂ റേ പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ആന്റി ഗ്ലെയർഡ് ആയിട്ടുള്ള കണ്ണടകൾ ഇത്തരം ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ വെക്കുന്നതും നല്ലതാണ്. ഒരു ഒപ്റ്റിമം ബ്രൈറ്റ്നസും ഫോൺ സൈസും സെറ്റ് ചെയ്യുക. കുറെ നേരം വായിക്കുന്നതിനൊക്കെ ടാബ്ലറ്റോ ലാപ്ടോപ്പോ പോലെ വലിയ സ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം സ്റ്റോപ്പ് ചെയ്യാം. ഐ പ്രൊട്ടക്ഷൻ മോഡ് പോലെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് പരമാവധി ഉപയോഗിക്കുക. സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ഉപയോഗിക്കാതെ ഇനി മുന്നോട്ട് പോകാന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഒരുപക്ഷെ അത് നിങ്ങളുടെ കരിയറിനെയും പ്രൊഫഷനെയൊക്കെ ബാധിക്കാം. കൃത്യമായ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിനോടൊപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ വരുന്നതും അത് ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കുറയ്ക്കാനും സാധിക്കും. സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ബൈ.